ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനെല്ലാം പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പഴമോ മറ്റ് കറികളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് റവ തന്നെയാണ് എടുത്തതെങ്കിൽ കൂടെയും ഞാനിത് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ആ നെയ്യിൽ ഈ റവ ഒന്നും കൂടെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യിൽ ആ റവയൊന്ന് കിടന്ന് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തത്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നല്ലൊരു മണം വരുമ്പോൾ വേഗം ഫ്ലെയിം ഓഫാക്കി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ ആരംഭിക്കാം. ഇതിനായിട്ട് ആ കടായിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടെ ഞാൻ പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. നിലക്കടല എന്ന് പറയില്ല, തൊലി കളഞ്ഞ കപ്പലണ്ടിയും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നെയ്യിൽ ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആദ്യം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവർ, ഫ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയുടെ ഫ്ലേവർ വളരെ നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ടേസ്റ്റൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1/4 കപ്പ് വരെ ക്യാരറ്റ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചെറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് നാളികേരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ക്യാരറ്റും നാളികേരവും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കാനോ റവയൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ മസാല ഉള്ളതുകൊണ്ട് അത് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവണം. അല്ലെങ്കിൽ നമ്മൾ റവ ഇടുമ്പോൾ റവയുടെ ചില ഭാഗങ്ങളിൽ ഉപ്പ് കൂടിയിട്ടും ചില ഭാഗങ്ങളിൽ ഉപ്പ് കുറഞ്ഞിട്ടും കാണും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കൂടുതലാണോ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നമ്മൾ നോക്കേണ്ടതും ഈ സമയത്താണ്. ഞാൻ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ ചിരവി വെച്ച തേങ്ങ പീര കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ബാക്കി, അതുകൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇവിടെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച റവയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെയധികം ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലയും റവയും തമ്മിൽ നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിലും താഴോട്ടാക്കി വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം 2 മിനിറ്റോളം ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം.
ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ റവ കട്ടയൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലെയുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾ സ്പാറ്റില വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ മസാലയെല്ലാം ആ റവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ലല്ലോ. പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഈ ഉപ്പുമാവ് ഒന്ന് മൂടി വെക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവറും ഒക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. പിന്നെ മൂടി തുറന്ന ശേഷം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഇതുപോലെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉപ്പുമാവ് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടും. കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ പഴമോ കറിയോ ഒന്നും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഇതുണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. വേഗം തന്നെ പ്ലേറ്റ് കാലിയാകും. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.